നന്ദു, നന്ദു. ഓ, കിടന്ന് കാറണ്ട, ഞാൻ കിച്ചണിലുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ എന്നെ കൂടെ വിളിച്ചെണീപ്പിക്കണമെന്ന്? എന്തിനാ നമുക്ക് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാലോ? ഓ, പാവമല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. പിന്നെ അതുമല്ല, നീ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഇവിടുത്തെ പണി ഒന്നും നടക്കില്ല. വെറുതെ കുറെ നേരം പോയി കിട്ടുന്നേ ഉള്ളൂ. ഓ, ഇന്നെന്താ ഉണ്ടാക്കണേ? അയ്യേ, ദോശയോ? എനിക്ക് വേണ്ട. പിന്നെ എന്താണാവോ സാറിന് വേണ്ടത്? ചപ്പാത്തി? അതിന് നേരമില്ല, നാളെ നോക്കാം. എന്നാ ഇടിയപ്പം? അതിന് നേരമില്ല. അല്ലേലും നിനക്കിപ്പോ എന്നോട് ഒരു സ്നേഹമില്ല. നീ ഇവിടെ കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ പോയി കുളിച്ച് റെഡിയാവാൻ നോക്കിയാ ആദി. ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ. ആദി. ഓ, എന്റെ വിധി. ഞാൻ പോവാ. ഇങ്ങനൊരു സ്നേഹമില്ലാത്ത സാധനം. ഇവന്റെ ഒരു കാര്യം. അതെ, ഈ ആഴ്ച വീട്ടിൽ പോണ്ടേ? വേണോ? പിന്നെ വേണ്ടേ? കഴിഞ്ഞ ആഴ്ചയോ പോയില്ല, ഇത്തവണയും കൂടെ പോയില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് തപ്പി വരും. വീട്ടിൽ പോയ പിന്നെ നിനക്ക് എന്നെ ഒരു മൈൻഡും കാണില്ല. നീ ഫുൾ ടൈം അവരുടെ കൂടെ ആയിരിക്കും. അത് പിന്നെ ആകെ ആഴ്ച 2 ദിവസമല്ലേ ഉള്ളൂ അവരെ ഒന്ന് കാണാൻ പറ്റുന്നേ. അപ്പൊ അവരുടെ കൂടെ വേണ്ടേ കൂടുതൽ നേരം ഇരിക്കാൻ? അപ്പൊ ഞാനോ? ബാക്കി എല്ലാ ദിവസവും നിന്റെ കൂടല്ലേ. അപ്പൊ ഒരു 2 ദിവസമൊക്കെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പകലില്ലേലും രാത്രിയായ ഞാൻ നിന്റെ അടുത്തോട്ട് തന്നെയല്ലേ വരുന്നത്. അത് പിന്നെ അങ്ങനെ വേണ്ടേ? വേണം വേണം. അതുമല്ല, വീട്ടിൽ ചെന്നാ പിന്നെ അമ്മയ്ക്ക് നമ്മുടെ കല്യാണ കാര്യമുള്ളൂ പറയാൻ. എനിക്കത് കേൾക്കുമ്പോ ദേഷ്യം വരും. ഹലോ മിസ്റ്റർ, നമ്മള് രണ്ടും പെര നിറഞ്ഞു നിൽക്കാന്നുള്ള കാര്യം നീ മറക്കരുത്. അമ്മയ്ക്കും കാണില്ലേ ഓരോരോ ആഗ്രഹം മക്കളുടെ കല്യാണം കാണണമെന്നൊക്കെ. എന്നാ നീ പോയി കേട്ടടാ അമ്മ കാണിക്കുന്ന കൊച്ചിനെ. ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും കുറെ കെട്ടും. നീ കെട്ടുവോ? എന്നാ അതൊന്നും കാണണമല്ലോ. ഓ, നീ വരുന്നുണ്ടോ ഇല്ലയോ അത് പറ. വരാന്ന്. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞേക്കട്ടെ നമ്മൾ ഈ ആഴ്ച വരുമെന്ന്? പറഞ്ഞേക്ക്. ഓ, വന്നോ രണ്ടെണ്ണോ? ഇന്ന് ലേറ്റ് ആണല്ലോടാ. അതെങ്ങനാ? ഇവിടെ ഓരോരുത്തർക്ക് രാവിലെ നേരമില്ലാത്ത നേരത്തെ ഇടിയപ്പം വേണം, ചപ്പാത്തി വേണം, അങ്ങനെ ഇല്ലാത്ത ഡിമാൻഡ് ഒന്നുമില്ല. ഓ, എന്താ അല്ലേ? ആ തള്ള വന്നിട്ടുണ്ടോ? അയ്യോ, എത്തി. നിങ്ങളെ തിരക്കിട്ടാ കയറി പോയത്. വളരെ നന്നായി. എന്നാ ഞാൻ പോയി ഐശ്വര്യമായിട്ട് അവരുടെ വായി ഇരിക്കുന്ന കേട്ടിട്ട് വരാം. നീ ഒന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഒക്കെ നിനക്ക് പിന്നെ അത് ശീലാണല്ലോ. അയ്യോ ആദി. ഓ ആദി, ഐ എം റിയലി സോറി. നോക്കിയിട്ടൊക്കെ നടക്കണ്ടേ ആദി? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇവനെ ശല്യം ചെയ്യാൻ വരരുതെന്ന്. അതെന്താടാ? അവനെ പറഞ്ഞാ നിനക്ക് പൊള്ളുവോ? അനിയനും ചേട്ടനും ഒക്കെ അങ്ങ് വീട്ടില്. ഇവിടെ തൽക്കാലം നീ അവന്റെ വക്കാലത്തുമായിട്ട് വരണ്ട. നന്ദു, വേണ്ട, വിട്ടേക്ക്. ചെല്ല്. നിനക്കൊക്കെ പിന്നെ തോന്നിയ നേരത്ത് കേറി വന്നാ പോരെ. ഓഫീസ് ടൈം ഒന്നും നിനക്ക് ബാധകമല്ലല്ലോ. എന്നാലും അവരെ നീ എന്ത് കാണിച്ചിട്ടാടാ മയക്കിയെടുത്തത്? എന്ത് കണ്ടിട്ടാ അവരെ നിന്നെ എടുത്തിങ്ങനെ തലയെ വെച്ചിരിക്കുന്നത്? ഒന്ന് പറയടാ, ഞങ്ങളോടൊന്ന് അറിയട്ടാ ട്രിക്ക്. ഞാൻ പറഞ്ഞു തരാടാ നിനക്ക്. നന്ദു പ്ലീസ്, വേണ്ട. ഇത് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ്. ഇനി മേല അവനെ വെറുതെ ചൊറിയാൻ വന്നാ ഉണ്ടല്ലോ, ഇത് ഇവിടെ കൂടെ ഒന്ന് അവസാനിക്കുമെന്ന് നീ കരുതണ്ട. നന്ദു, വിടടാ എന്നെ. ഇതിനെല്ലാം ഉള്ള മറുപടി ഞാൻ തരുന്നുണ്ട് നിനക്കൊക്കെ. നന്ദു, നീ ഇങ്ങി വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞത്? നന്ദു, നീ എന്താ ഈ കാണിച്ചതെന്ന്? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നത്? ഇവനെ അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ? അത് ഞാൻ കൈയും കെട്ടി കേട്ടിരിക്കണോ? എടാ, അവൻ മനഃപൂർവ്വം നിങ്ങളെ പ്രവോക്ക് ചെയ്യാനാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അവൻ ലാസ്റ്റ് സേഫ് സോണിലും ആയിരിക്കും. പ്രശ്നം മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും വരുന്നത്, ഇതാരെങ്കിലും അറിഞ്ഞാ. അതുകൊണ്ട് ഇനി എന്തുണ്ടെങ്കിലും അത് നമുക്ക് കമ്പനിക്ക് പുറത്ത് വെച്ച് ഡീൽ ചെയ്യാം. പറഞ്ഞത് മനസ്സിലായോ? ഓ, ഒക്കത്തിന് നിന്നെ പറഞ്ഞ മതിയല്ലോ. അവൻ എത്ര നാളുകൊണ്ട് കഷ്ടപ്പെട്ട് പുറകെ നടന്ന പ്രൊജക്ട് ആണെന്നറിയോ? വന്ന് കേറിയ ഉടനെ ആ തള്ള നിനക്കെടുത്ത് തന്നത്. അപ്പൊ പിന്നെ ആർക്കായാലും ദേഷ്യം വരുമല്ലോ. അതാ അവനിപ്പോ ഇങ്ങനൊക്കെ തീർക്കുന്നത്. എടാ, ഞാനത് മാഡത്തിനോട് അന്നേ പറഞ്ഞതല്ലേ, എക്സ്പീരിയൻസ് ഉള്ള ആരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചാ മതിയെന്ന്. കേക്കണ്ടേ? അതാ പറഞ്ഞേ, അവർക്ക് നിന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാൻ പോവാ, ഇനി ലേറ്റ് ആയാൽ ശരിയാവില്ല. നന്ദു, എടാ ഞാൻ പോട്ടെ. ചെല്ല്. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. എന്താണ് അവനിത്? ഇത് ലേറ്റ് ആണല്ലോ. അത് മാം, അത് ഞങ്ങള് വരുന്ന വഴി കാറൊന്നും ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ബസ്സൊക്കെ കിട്ടി വരാൻ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ്.
ഓക്കെ ഫൈൻ. എന്തായാലും ഇനി ഇത് റിപ്പീറ്റ് ചെയ്തത്. താങ്ക് യു മാം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. നന്ദു, നന്ദു നിക്ക അവിടെ. ആ എന്റെ കയ്യിന്ന് വിടാതി. എങ്ങോട്ടാ നീ ഓടുന്നത്? എന്തിനാ എന്നോട് മുഖം വീർപ്പിച്ചു പോകുന്നത്? എന്താ നിന്റെ പ്രശ്നം? അവൻ അങ്ങനൊക്കെ പറഞ്ഞിട്ടാണോ? അവനെന്ത് ധൈര്യമുണ്ട് നിന്നോട് അങ്ങനൊക്കെ പറയാൻ? അവന് ഞാൻ ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്ത് കാണിച്ചിട്ട് അവരെ വീഴ്ത്തിയതെന്ന്. ഇനി നിന്റെ പുറകെ വന്നാ കൊല്ലും ഞാൻ അവനെ. ഓ, ഒന്ന് അടങ്ങ എന്റെ നന്ദു. ജിമ്മിലൊക്കെ പോയി കുറച്ച് മസിൽ വെച്ചു എന്ന് പറഞ്ഞ് കണ്ടവരുടെ ഒക്കെ നെഞ്ചത്ത് കയറണമെന്നില്ല. നിന്നെ ശല്യം ചെയ്താ ഇനിയും കൊടുക്കും ഞാൻ. ഓ, ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണല്ലോ. ആദി കളിക്കല്ലേ, മാറ്, ഞാൻ പോട്ടെ. ഹാ, നിക്കവിടെ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിക്കുന്നത് കാണാൻ എന്ത് രസാന്നറിയോ? എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോ പലതും തോന്നുന്നുണ്ട്. ആദി മാറി നിക്ക്. ആരെങ്കിലും വന്നാ ഉണ്ടല്ലോ, ഇത് നമ്മുടെ റൂമല്ല. ഹാ, ഡോറൊക്കെ ഞാൻ ലോക്ക് ചെയ്തെന്നേ. ഒരു ഉമ്മതാടാ. ആദി പ്ലീസ് 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 ഒരു കിസ്സുതാ. ഇതാരാ ഇതിനകത്ത്? ഇതെന്തിനാ ഈ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? ആരാകത്ത്? ഡോറ് തുറക്കാനല്ലേ പറഞ്ഞത്? ആദി ഒച്ച ഉണ്ടാക്കല്ലേ. എന്താ ഏട്ടാ, എന്താ ഇവിടെ ഒരു ബഹളം? ഇതിന്റെ അകത്ത് ആരോ ഉണ്ട്, പക്ഷെ ഡോറ് തുറക്കുന്നില്ല. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് നോക്ക് ചെയ്യാ. അത് ചിലപ്പോ ആദിയായിരിക്കും. അവന് നേരത്തെ സുഖമില്ലായിരുന്നു, വൊമിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ അവനായിരിക്കും അകത്ത്. എടാ ആദി, എങ്ങനെയുണ്ട് നിനക്കിപ്പോ? ഈ ഡോറൊന്ന് തുറന്നേ. ഓ, എന്റെ പിള്ളേരെ, നിങ്ങളായിരുന്നോ? ഞാൻ ഓർത്തു ആ പുതിയ ഇന്ത്യൻ പിള്ളേരില്ലേ അതിലാരേലും ഒക്കെ ആവൂന്ന്. എല്ലാ എണ്ണം ഏതെങ്കിലും ഒരു മറ കിട്ടാൻ നോക്കിയിരിക്കുക, ഓരോ വൃത്തികേട് കാണിക്കാൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. അല്ല മോനെ, നിനക്ക് വയ്യേ? എന്താ പറ്റിയേ? ഇപ്പൊ കുഴപ്പമില്ല, അത് മാറി. ചെല്ലു മോനെ, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകാൻ വന്നതാ. അപ്പോഴാ ലോക്കായി കിടക്കുന്നത് കണ്ടത്. ശരി ഏട്ടാ, രണ്ടു ഒന്നെങ്കി വന്നേ. ദേ, രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ ഇമ്മാതിരി പരിപാടി കാണിക്കരുതെന്ന്. ഇപ്പൊ തന്നെ പണി ആവേണ്ടതായിരുന്നു. അങ്ങേരെ പറഞ്ഞ കളം വിശ്വസിച്ചതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് പണി? നീ അങ്ങേര് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് ഒരു പെണ്ണിനെയും ചെറുക്കനെയും കൂടെ അങ്ങേരെ അവിടെ അങ്ങനെ കണ്ടിരുന്നെങ്കിലോ നീ പറഞ്ഞതൊന്നും അയാൾ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങള് രണ്ട് ബോയ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്കിടെ പിന്നെ വേറെന്തുണ്ടാവാനാ? എല്ലാവരുടെ കണ്ണിലും അത് അങ്ങനെ കാണും. രണ്ട് ബോയ്സും തമ്മിൽ ഒന്നെങ്കിൽ ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇനി അതും അല്ലെങ്കിൽ റൂംമേറ്റ്സ്. അതിനപ്പുറമൊന്നും അവർക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് കുറെ ഫയല് പെൻഡിങ് ഉണ്ട്, ഞാൻ പോട്ടെ. നന്ദു, നന്ദു. ഓ, കഴിഞ്ഞില്ലേ ഇവന്റെ കുത്തിമറിയല്? ഓ, ഇത് ഇതുവരെ കഴിയാറായില്ലേ? മതി നിന്റെ കസർത്ത്. നീ ഒന്ന് വരുന്നുണ്ടോ? അതാ കഴിഞ്ഞു, ഇപ്പൊ വരാം. ഹാ, ഒന്ന് നിർത്തിട്ട് വാടാ. നീ എന്തിനാ ഈ മസിലിങ്ങനെ ഉരുട്ടി കയറ്റുന്നത്? ഉള്ളതൊക്കെ തന്നെ മതി, ഇങ്ങി വന്നേ. ബാക്കി നാളെ ചെയ്യാം. ഒരു മയത്തിലൊക്കെ നോക്കാട്ടോ. ഓ പിന്നെ എന്റെ അല്ലേ, ഞാൻ നോക്കും. നീ ആരാ ചോദിക്കാൻ? അതെ അതെ. അല്ല, എന്താണാവോ പതിവില്ലാതെ നീ നേരത്തൊരു കസർത്ത്? അത് ഞാൻ വെറുതെ ഒരു സ്ട്രെസ് റിലീഫിന്. എന്താ പറഞ്ഞു? കാര്യമായിട്ട് എന്തോ ആലോചിച്ചു കൂടുന്നുണ്ടെന്ന് എനിക്കപ്പോഴേ തോന്നി. അത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളെ ഈ സൊസൈറ്റി എന്നാലും നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യൂ? ഓരോ തവണയും നീ എന്റെ ബ്രദർ ആണെന്ന് കേൾക്കുമ്പോ എനിക്ക് അവരോടൊക്കെ ഉറക്കം വിളിച്ച് പറയാനാ തോന്നുന്നത് നമ്മള് ബ്രദേഴ്സ് അല്ലെന്ന്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന വെറും രണ്ട് മനുഷ്യന്മാരാണെന്ന്. എന്തുകൊണ്ടാ ഒരാളെ സ്നേഹിക്കുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നത് പോലെ തന്നെയല്ലേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുന്നത്. അതിലെന്താ ഇത്ര വ്യത്യാസം? പിന്നെ ആർക്കും എന്താ ഇതൊന്നും നോർമലായി കാണാൻ പറ്റാത്തത്? അവര് കണ്ട് ശീലിച്ചതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് കുറച്ച് സമയം എടുക്കുന്നെന്തോ.
പെട്ടെന്നൊന്നും അത് നടക്കില്ല. നമ്മുടെ വീട്ടുകാരെ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അവര് നമ്മളെ മനസ്സിലാക്കുമെന്ന് പോലും ഒരു ഉറപ്പില്ല. അപ്പോഴാ ബാക്കിയുള്ളവരുടെ കാര്യം. അപ്പോ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ഒളിച്ച് ആരും അറിയാതെ സ്നേഹിക്കണമെന്നാണോ നീ പറയുന്നത്? നീ പറഞ്ഞതുപോലെ ഈ ലോകത്തിന് മുമ്പില് നിന്റെ കൈപിടിച്ച് നമ്മൾ തമ്മിൽ ശരിക്കും എന്താന്ന് എല്ലാരോടും വിളിച്ചു പറയണമെന്ന് ഒരു 100 വട്ടം എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഓർക്കുമ്പോഴാ പിന്നെ എല്ലാവരും നമ്മളെ വെറുപ്പോടെ ആയിരിക്കും നോക്കുന്നത്. എല്ലായിടത്തു നിന്നും നമ്മളെ അവർ ഒഴിവാക്കും. ചിലപ്പോ ഇപ്പോൾ ഈ ജോലി പോലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാൻ നന്ദു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ചു നാളൂടെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മളൊന്ന് ശരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടെങ്കിലും നമുക്ക് പോവാം. അവിടെ ആരെയും പേടിക്കാതെ നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാം. അതുപോലെ ഒരു തരത്തില് ഒരു ഒളിച്ചോട്ടം അല്ലേ? അതല്ലേ നല്ലത്. ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും ഇതൊന്നും അംഗീകരിക്കാനുള്ള ബോധം വന്നിട്ടില്ല. അത് മോശമായി പിന്നെ ബാധിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ എല്ലാവരുടെയും കണ്ണില് ബ്രദേഴ്സായി തന്നെ ഇരുന്നോട്ടെ. അതാ നമുക്ക് നല്ലത്. ഇനി എത്ര നാളോട് ഇങ്ങനെ ഒളിച്ചും പാത്തും എല്ലാരും പറ്റിച്ച് നമുക്കിങ്ങനെ പോവാൻ പറ്റും? എന്നേലും ഒരിക്കൽ എല്ലാരും ഇതൊക്കെ അറിയില്ലേ? അപ്പോഴേക്കും നമ്മൾ ഈ നാട് വിട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ നോർമലായി കാണുന്ന മനുഷ്യരുള്ള ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് നമുക്ക് പോവാം. എനിക്കിതിലൊന്നും ഒരു വിഷമമില്ലെന്നാണ് നീ കരുതുന്നത്? എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് നന്ദു. പക്ഷെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല ഇവിടെ. ഇപ്പൊ നീ അത് വിട്ടേ. ഇതൊക്കെ നമ്മളൊരു 100 വട്ടം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളല്ലേ. ഇനി ബാ, ഇനി ഇത്രയും മസിലിട്ട് കയറ്റിയാ മതി. ബാ, നീ ചെല്ല്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആകെ വേർത്ത് നാറി നിൽക്കാ ഞാൻ. കുളിച്ചിട്ട് വരുന്നതിലും ഭംഗി നിന്നെ ഇങ്ങനെ കാണാനാ. അതുകൊണ്ട് എന്റെ പൊന്നുമോനിങ്ങി വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. ഹാ, കളിക്കല്ലേ ആദി. ഞാൻ പോയൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് വരാം. മേലൊക്കെ ഒട്ടിയിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. നിന്റെ ഈ മണം എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? വൃത്തികേട് പറയല്ലേ. വേണ്ട, പറയുന്നില്ല. ചെയ്യാലോ. ഇങ്ങോട്ട് വാടാ. നിന്റെ ഒരു കാര്യം. നന്ദു, എടാ നിന്നെ മാഡം വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെടാ നിന്നെ തന്നെ. നിനക്ക് മാറിപ്പോയതായിരിക്കും. ചിലപ്പോ ആദ്യമായിരിക്കും വിളിച്ചത്. എന്തായാലും പോയി നോക്ക്. എന്തായാലും നീ പോയി നോക്കിട്ട് വാ. പിന്നെ പെട്ടെന്ന് വരണോട്ടോ. നമുക്കിന്ന് നേരത്തെ ഇറങ്ങേണ്ടതാ. മാം, മേ ഐ കം ഇൻ? നവനീത്, വരൂ. ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ നിന്നോളാം. മാം പറഞ്ഞോ. നോ, ഇരിക്കും നവനീത്. എനിക്ക് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. അതിനാ വരാൻ പറഞ്ഞത്. യു ക്യാൻ റിലാക്സ്, ഇറ്റ്സ് നത്തിങ് ഒഫീഷ്യൽ. നവനീത് ഇരിക്കും. സോ ഞാൻ അറിഞ്ഞു നവനീതും ആദ്യത്തേനും ബ്രദേഴ്സ് ആണെന്ന്. നോ മാം, ഞങ്ങള് ശരിക്കും ബ്രദേഴ്സ് അല്ല. ആദ്യയുടെ പേരൻസ് തന്നെയാ എന്റെയും ലീഗൽ ഗാർഡിയൻസ്. അല്ലാതെ ബയോളജിക്കലി ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ഓ, അപ്പൊ നിങ്ങള് ഒരു വീട്ടിൽ തന്നെയാണോ താമസം? അതെ മാം. ഓക്കെ, സോ ഐ ഗസ് നവനീത് ആദിയുടെ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആയിരിക്കുമല്ലോ. അതെ മാം, അവർക്ക് ഞാൻ അവരുടെ സ്വന്തം മോനെ പോലെ തന്നെയാ. ഗുഡ്. അല്ല മാം, എന്തിനാ ഇപ്പോ ഇതൊക്കെ ചോദിക്കുന്നത്? ഓ യെസ്, ഞാൻ അധികം വളച്ചു ചുറ്റാതെ കാര്യത്തിലേക്ക് വരാം. സോ നവനീത്, തനിക്കറിയാലോ എന്റെ ഫാമിലിയെ പറ്റി. എനിക്ക് ഒറ്റ മോളാ ഉള്ളത്. സോ എനിക്ക് ശേഷം ഈ കമ്പനിയുടെ CEO ആകാൻ പോകുന്നത് അവള് തന്നെയാ. അവൾ ഓൾറെഡി MBA കഴിഞ്ഞ് നിൽക്കുക. ഇപ്പോ വൈകാതെ നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ ജോയിൻ ചെയ്യും. ഇപ്പൊ കമ്പനിയിൽ ഡയറക്റ്റായി ജോയിൻ ചെയ്യാതെ തന്നെ എന്നെ ഇവിടുത്തെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നത് അവള് തന്നെയാ. ഈവൻ ഇവിടുത്തെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് പോലും അവളാ. ഞാൻ പറഞ്ഞു വന്നത്, കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവളുടെ മാരേജ് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് അവളോട് സൂചിപ്പിച്ചപ്പോ അവൾക്ക് ഒരാളോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. നവനീതിന് മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരെയായി പറഞ്ഞു വരുന്നതെന്ന്. ആദി? യെസ്, ആദ്യം ഇവിടേക്ക് സെലക്ട് ചെയ്തത് തന്നെ അവളാ, ഞാനല്ല. അന്നേ അവക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആദിയോട്. എനിക്കും അതിനോട് എതിർപ്പൊന്നുമില്ല. ആദി വളരെ നല്ലൊരു പയ്യനാ. ആർക്കായാലും അവനെ ഇഷ്ടാവും. സോ എനിക്ക് അലയൻസ് മുമ്പോട്ട് കൊണ്ടുപോയാൽ കൊള്ളാന്നുണ്ട്.
അപ്പോ നവനീത് ഇത് ആദിയോടും അവന്റെ വീട്ടിലും ഒന്ന് സംസാരിക്കണം. അവരുടെ താല്പര്യം കൂടെ ഞങ്ങൾക്ക് ആദിയുടെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്കാലോ. സോ ക്യാൻ യു? അത് ഞാൻ യോന നവനീത്, ഈ കാണുന്ന കമ്പനി ഇപ്പൊ ഉള്ളത് എന്റെ മകളുടെ പേരില. ഇനി ആദിയാണ് എന്റെ സണിലോയായി വരാൻ പോകുന്നതെങ്കിൽ പിന്നെ ഇതൊക്കെ അവന് കൂടെ ഉള്ളതാ. എന്തുകൊണ്ടും ആദിക്ക് വന്നൊരു ഭാഗ്യം തന്നെയാ ഈ അലയൻസ് എന്നേ ഞാൻ പറയൂ. സോ താനെന്തായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്ക്. മാം, ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? ഇതെന്നോടല്ലല്ലോ മാം പറയേണ്ടത്, ആദ്യോടല്ലേ സംസാരിക്കേണ്ടത്. അവനല്ലേ ഈ കാര്യത്തിൽ ഒരു ഡിസിഷൻ പറയേണ്ടത്. യു ആർ റൈറ്റ്. പക്ഷെ അതിനു മുമ്പ് ആദിയുടെ മനസ്സിലെന്താന്ന് എനിക്കറിയണ്ടേ. നവനീത് ആദ്യമായി നല്ല ക്ലോസ് അല്ലേ, അപ്പോ ആദ്യം തന്നോട് തന്നെ പറയാൻ ഓർത്തു. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ആദിക്ക് മറ്റാരെങ്കിലുമായിട്ട് റിലേഷൻ ഉണ്ടോ? ഐ മീൻ ഒരു ഗേൾ ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് നവനീതിന് അറിയോ? അത് ഇല്ല, അവന് ഗേൾഫ്രണ്ടായിട്ട് അങ്ങനെ ആരും ഇല്ല. ഓക്കെ ഫൈൻ ദെൻ. താനെന്തായാലും ഈ കാര്യം ഒന്ന് ആദ്യമായിട്ട് സംസാരിക്കും. ഇനി 2 ദിവസത്തേക്ക് ഓഫീസിലല്ലോ, അത് കഴിഞ്ഞ് വരുന്ന വണ്ടേ എന്റെ മകളുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അവര് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. മേ കമിൻ മാം? യെസ്. സോറി മാം, ഞങ്ങളിന്ന് നേരത്തെ ഇറങ്ങാൻ പെർമിഷൻ എടുത്തിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്ന് വീട് വരെ പോണം. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു. സോ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന്. ഓ ഐ എം സോറി ആദി, ഞാൻ കുറച്ച് അധികം സമയം എടുത്തു അല്ലേ? ഇറ്റ്സ് ഓക്കെ മാം, അത് കുഴപ്പമില്ല. ശരി എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ആ പിന്നെ നവനീത്, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. യെസ് മാം. അങ്ങനെ പറ. അപ്പൊ വെറുതെ അല്ല, എല്ലാരും പറയുന്ന പോലെ അവർക്ക് എന്നോടൊരു ഇളക്കം. തള്ള അവരുടെ മോൾക്ക് വേണ്ടി എന്നെ ട്യൂൺ ചെയ്യായിരുന്നല്ലേ. അതവരവിടെ നോക്കിയിരിക്കുകയുള്ളൂ. ഇപ്പൊ കെട്ടു ഞാൻ. ഓ എന്റെ നന്ദു, നീ എന്തിനാ അതിനിങ്ങനെ ഇരിക്കുന്നത്? അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഞാൻ മണ്ടേ പോയൊരു നോ പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ ഇത്. അതിനാ നീ ഇവിടെ ഇങ്ങനെ മുഖവും വീർപ്പിച്ചിരിക്കുന്നത്. ആര് വന്നാലും എനിക്ക് നീ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഞാൻ വേറെ ആരെയെങ്കിലും കെട്ടാൻ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എടാ നന്ദു, നീ എന്തിനാ കരയുന്നത്? അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിനക്കൊരിക്കലും മനസ്സിലാവില്ല എനിക്ക് എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നതെന്ന്. അവര് എന്നോട് നിനക്ക് വേറെ ആരോടെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട്, നീ എൻജെയാന്ന് പറയാൻ എന്റെ നാക്ക് ധരിക്കായിരുന്നു. പക്ഷെ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെയാ എന്നെ പിടിച്ചു നിർത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നീ എന്തിനാ ഇതിനെ ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? എന്റെ പൊന്നു നന്ദു, അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ യെസ് പറഞ്ഞാലല്ലേ മുമ്പോട്ട് പോകൂ. അല്ലാതെ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവരുടെ മോളെ കെട്ടിക്കാനൊന്നും അവര് പറയില്ലല്ലോ. പിന്നെ എന്താ നിനക്ക്? നീ വണ്ടി എടുക്കാതി, നമുക്ക് പോവാം. അമ്മ അവിടെ നമ്മളെ കാത്തിരിക്കാവും, അല്ലേലേ ലേറ്റ് ആയി. നന്ദു, ഞാൻ നിന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത്? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ, എത്തുമ്പോ എന്നെ വിളിച്ചാ മതി. വന്നോ രണ്ടും? ഇതെന്താടാ പിള്ളേരെ നിങ്ങൾ ഇത്രയും വൈകിയത്? ഇത്തവണ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ടാണോ വരുന്നത്? അപ്പൊ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതൊക്കെ പിന്നെ ആര് കഴിക്കും? ഏയ്, ഞങ്ങള് പുറത്തുനിന്നൊന്നും കഴിക്കാൻ ഇറങ്ങിയില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാ. ഓ അതായിരുന്നോ? എന്തായാലും ബാ, ഇനി 2 ദിവസം കഴിഞ്ഞാലേ പോകൂ. അല്ല എന്താണെന്നോ നിന്റെ മുഖത്തിനൊരു വാട്ടം. സുഖമില്ലേ നിനക്ക്? എന്തു പറ്റും മോനെ? ഏയ്, ചെറിയൊരു തലവേദന. ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ. എന്നാ മോൻ ചെല്ല്, പോയൊന്ന് കുളിച്ചിട്ട് വാ. അമ്മ നല്ലൊരു ചായ എടുക്കാം, അപ്പോഴേക്ക് തലവേദനയൊക്കെ മാറിക്കോളൂ. എന്താടാ, നീ അവനുമായിട്ട് അടിയിട്ടോ? അതാണോ അവന്റെ തലവേദനയ്ക്ക് കാര്യം? ചെറുതായിട്ട്. എനിക്ക് തോന്നി. എന്താണേലും പെട്ടെന്ന് ഇതൊന്ന് സോൾവ് ആക്കാൻ നോക്ക്. ഇല്ലേ അറിയാലോ, നിന്റെ അമ്മ ഇവിടെ സൗകര്യം തരില്ല. അത് ഞാൻ മാറ്റിക്കോളാം. നന്ദു, മാറി നിക്കാതി, എനിക്കൊന്ന് കുളിക്കണം. അവിടെ നിക്ക് നന്ദു. എന്താ നിന്റെ പ്രശ്നം? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത്? എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നിനക്ക് പരിഹരിക്കാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എന്താ നിന്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പോകും. നന്ദു, ദേ ആദി, ഞാൻ ആകെ പൊളിഞ്ഞു നിക്കുക. വെറുതെ എന്റെ വായി നോരുന്ന് കേൾക്കാൻ നിൽക്കേണ്ട. നീ മാറി നിക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? തലവേദന കുറവുണ്ടോ? അത് മാറിയമ്മേ, ഒന്ന് ഉറങ്ങിയാ മതി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാ അമ്മ തടവി തരാം, മോൻ ഇറങ്ങിക്കോ. എന്നാലും നിങ്ങൾ എന്താടാ ധ്യാൻ മോനെ കൂടെ കൊണ്ടുവരാഞ്ഞത്?
ഞാൻ പറഞ്ഞതല്ലേ ഇനി വരുമ്പോ അവനെ കൂടെ കൊണ്ടുവരാൻ. എത്ര നാളായി അവനെന്ന് കണ്ടിട്ട്. അത് അവൻ ഈ ആഴ്ച വേറെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അടുത്ത ആഴ്ച ആവട്ടെ ഇനി. ശരി. പിന്നെ മറ്റേ ആ ചെക്കനുണ്ടല്ലോടാ, ഓ എന്താ അവന്റെ പേര്? അതാരാ? ഓ എപ്പോഴും നിങ്ങളുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ. ഓ ആരുഷാണോ? ആ ആയുഷ്. അവൻ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? ആ ചെറുതായിട്ട്. അതോർത്ത് എന്തായാലും അമ്മ പേടിക്കണ്ട, അവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ അതാ ഞാൻ പറയാൻ വന്നത്. വെറുതെ അടി ഉണ്ടാക്കാനൊന്നും പോകരുത്. നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് ദേഷ്യം കൂടുതലാ. ഒരു ചരട് പൂജിച്ച് കെട്ടണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. എന്തായാലും ഇപ്പൊ ഓർത്ത സ്ഥിതിക്ക് നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ നീ എന്റെ കൂടെ ഒന്ന് പോര്. രാവിലെ എണീറ്റ് എന്റെ കൂടെ വന്നോണം. നാളെ തന്നെ നിനക്ക് ഞാൻ ഒരു ചരട് ചെടിച്ച് കെട്ടിത്തരാം. നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയട്ടെ. അതൊക്കെ കൂടെ വരാം. പക്ഷെ ഏത് ചരട് കിട്ടിയാലും അവൻ ഇനി ആദ്യയുടെ പുറത്ത് കയറാൻ വന്നാ ഞാൻ നോക്കി നിൽക്കുന്ന അമ്മ വിചാരിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചിട്ടേ അവൻ പോകൂ, അത് ഉറപ്പാ. ഓ ഇവനെ കൊണ്ട് നീ ആരടാ? അവന്റെ പേഴ്സണൽ ബോഡി ഗാർഡോ? അതെ, ആണെന്നങ്ങ് കൂട്ടിക്കോ. ഈ ചെറുക്കൻ. ഞാൻ ഈ അടുത്തുകൂടെ ജൂണേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളിൽ ഒരാളേലും ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ നിന്നെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചങ്ങ് കെട്ടിക്കായിരുന്നെന്ന്. അമ്മ ശരിക്കും പറഞ്ഞതാണോ? ആടാ, സംശയമുണ്ടേ നീ പോയി ജൂണേട്ടനോട് ചോദിക്ക്. ഞാൻ പറഞ്ഞതാ. എന്റെ ആദ്യയുടെ സ്ഥാനത്തൊരു മോളായിരുന്നേ ഉറപ്പായി അവളെ ഞാൻ നിന്നെ കൊണ്ട് കെട്ടിച്ചേനെ. നിന്നെ പോലെ വേറെ ആരും അവനെ നോക്കില്ലാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇനി നിന്റെ സ്ഥാനത്തൊരു മോളായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോട്ട് നിന്നെ ഞാൻ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ മരുമോളായിട്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ തന്നെ നിർത്തിയേനെ. ശരിക്കും? അതേടാ, നിങ്ങക്ക് നിങ്ങളുടെ അത്ര പൊരുത്തമുള്ള ആളെ വേറെ എവിടുന്ന് കിട്ടാനാ? പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം അവിടെയും ചതിച്ചില്ലേ ഞങ്ങളെ. നിങ്ങള് രണ്ടും ആമ്പിള്ളാരായി പോയില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മേ, എനിക്കൊരു കാര്യം. ആഹാ, കഴിഞ്ഞില്ലേ അമ്മയുടെ മോന്റെ വിശേഷം പറയല്? സമയം എത്രയെന്നറിയോ? നന്ദു, നീ എണീറ്റ് വരുന്നുണ്ടോ? നമുക്ക് കിടക്കണ്ടേ? നിനക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? വന്ന് നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. നീ പോയി കിടന്നോ, ഞാനിന്ന് അമ്മയുടെ കൂടെയാ കിടക്കുന്നത്. അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് വന്നോ എന്റെ കൂടെ. ഞാനിന്ന് ഇവിടാന്ന് പറഞ്ഞില്ലേ? ദേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട നീ. അവൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞില്ലേടാ, നിനക്കെന്താ? അവനിവിടെ കിടക്കുന്നെങ്കിൽ കിടന്നോട്ടടാ. ഒരു കാര്യം ചെയ്, നീയും കൂടി ഇങ്ങി വാ. നമുക്ക് എല്ലാവർക്കും ഇന്നിവിടെ ഒരുമിച്ച് കിടക്കാം. ഓ വേണ്ട, നിങ്ങൾ തന്നെ ഇവിടെ കിടന്നു, ഞാൻ എന്റെ റൂമിൽ തന്നെ കിടന്നോളാം. ഓ ഈ ചെറുക്കൻ. അവൻ പോട്ടെ, മോൻ കിടന്നുറങ്ങിക്കോ. ഇവിടെ ഇല്ലേ? ഇവനെതെവിടെ പോയി? ഓ ബാൽക്കണിയിലാണോ? ആദി, നീ പിന്നെ വലിക്കാണോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് ശീലം നിർത്തിക്കോളാൻ. ഞാനല്ലേ വലിക്കുന്നത്, അതിന് നിനക്കെന്താ? നീ പോയി നിന്റെ കാര്യം നോക്ക്. ഞാൻ എന്റെ കാര്യം തന്നെയാ നോക്കുന്നത്. നീ വലിച്ചു വലിച്ചു ചത്താലേ പോകുന്നത് എനിക്ക് തന്നെ. അതുകൊണ്ട് മര്യാദയ്ക്ക് അത് കളഞ്ഞേനെ. നിന്നോട് കളയാനല്ലേ പറഞ്ഞത്. എന്താ നന്ദു നിനക്ക്? കുറച്ച് സമാധാനം കിട്ടാനാ ഇത് വലിക്കുന്നത്, അതിന് സമ്മതിക്കൂലേ? ആദി, ഐ എം സോറി. എനിക്ക് ശരിക്കും അപ്പൊ ദേഷ്യം വന്നിട്ടാ. ശരിക്കും സോറി. നീ അത് വിട് പ്ലീസ്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ആദി, ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനി എന്തിനാ പിണങ്ങിയിരിക്കുന്നെ? അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ കിടന്നുറങ്ങാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇങ്ങനെ പോന്നത്? എനിക്ക് നിന്റെ കൂടെ കിടന്നാലേ ഉറക്കം വരുന്നു, നിനക്ക് അറിഞ്ഞൂടെ? ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിക്കേ, എനിക്ക് ഉറക്കം വരുന്നു. ആദി, എന്താ? ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നോട് മിണ്ട്, പിണങ്ങിയിരിക്കല്ലേ. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞുറങ്ങിയാ മതി. ഇപ്പൊ ഇങ്ങോട്ട് നോക്ക്. എടാ, ഇതില് നിനക്കും എന്നെ പോലെ വിഷമമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്നെന്തോ അവരുടെ വായിന്ന് അങ്ങനൊക്കെ കേട്ടിട്ട് ഞാനെന്തോ പെട്ടെന്ന് ഹെൽപ്ലെസ് ആയ പോലെ തോന്നി എനിക്ക്. ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വാ മൂടിക്കെട്ടി എത്ര നാളാ ഇരിക്കുക? ഇനി എത്ര നാളാ എല്ലാവരുടെ മുമ്പില് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നത്? അത് ഓർത്തപ്പോ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത്. സോറി, നീ അത് വിട്. സോറി 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 പ്ലീസ്, നീ അത് വിട്. മതി എന്നെ പതപ്പിച്ചത്.
മര്യാദക്ക് എന്റെ കുഞ്ഞുമോൻ താഴെ ഇറങ്ങി കിടന്നു. ഈ പൊസിഷൻ നിന്റെ ആരോഗ്യത്തിന് തീരെ ശരിയല്ല. അതെന്താ ശരിയല്ലാത്ത? നിനക്ക് അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടമുള്ള പൊസിഷനാണല്ലോ ഇത്. നന്ദു, വീട്ടിലാന്നുള്ള കാര്യം നീ മറക്കണ്ട. വെറുതെ എന്നെ ടീസ് ചെയ്തിട്ട് ലാസ്റ്റ് എന്നോട് നിർത്താൻ പറയരുത്. നിന്നോടാരാ നിർത്താൻ പറഞ്ഞത്? ഓ, അങ്ങനെയാണോ? ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ആദ്യേ തുടങ്ങട്ടെ ഞാൻ? വേണ്ട, എനിക്ക് ഒച്ച ഉറയ്ക്കാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. അതുപോലെ നാളെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ളതാ. അപ്പം അതറിയാം. എന്നാൽ തൽക്കാലം എൻ്റെ പൊന്നുമോൻ നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങിക്കോട്ടോ. ഓ ആയിക്കോട്ടെ. മതി, നിർത്തട്ടെ. അല്ലെങ്കിൽ പിന്നെ എനിക്കിനി നിർത്താൻ പറ്റുന്ന വരില്ല. മതി മതി, നിർത്തിക്കോ. ഓ, അങ്ങനെ ചിരിക്കല്ലേ എന്റെ നന്ദു നീ. നന്ദു, നിന്റെ ഓർമ്മയില് ഞാനില്ലാത്തൊരു ദിവസമുണ്ടോ? കാണില്ല. ഓർമ്മ വെച്ച നാള് തൊട്ട് ഒരു ദിവസം പോലും നമ്മൾ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. അതിന് വീട്, സ്കൂള്, കോളേജ്, ഓഫീസ്, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഒരുമിച്ചായിരുന്നു. അച്ഛനെന്ന് എന്നോട് ഒന്നും മനസ്സിലാവാത്ത പ്രായത്തിലാ പറഞ്ഞത്, നിന്നെ വിഷമിപ്പിക്കല്ലേ, പൊന്നു പോലെ നോക്കിക്കോണം, ഇനി നീ ഞങ്ങളുടെ സ്വന്തമാണെന്ന്. അന്ന് തൊട്ട് ദാ ഇന്ന് വരെ നീയായിരുന്നു എന്റെ ലോകം. എന്നെ കൊണ്ട് നീ ഇല്ലാത്തൊരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റില്ല നന്ദു. എന്റെ ലൈഫിന്റെ ഒരു ഭാഗമല്ല നീ, എന്റെ ലൈഫ് തന്നെ നീയാ. ആ നിന്നെ വിട്ടിട്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ആരൊക്കെ വന്നാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിന്നെ വേണം. ആദി, എനിക്കതൊന്നും നീ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ എനിക്കറിയാം. നിനക്ക് എന്നോടുള്ള സ്നേഹത്തില് എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ചില നേരത്ത് ചിലതൊക്കെ കാണുമ്പോ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ആദി. നാളെ എന്താ നടക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നമുക്കെതിരാ. എല്ലാവർക്കും നമ്മളെ പിരിക്കുന്നതാ ഇഷ്ടം. അങ്ങനൊക്കെ ഓർക്കുമ്പോ പേടിയാ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ നിന്നോട് ദേഷ്യപ്പെടുന്നത്. അല്ലാതെ നിന്നോട് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അത് നീ എത്ര വേണേലും പിണങ്ങിക്കോ, എത്ര വേണേലും എന്നോട് ദേഷ്യപ്പെട്ടോ, അടിയിട്ടോ. നിന്റെ സംശയവും പേടിയും ഒക്കെ കേൾക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. കുറച്ചു നാളൂടെ എന്റെ നന്ദു ഒന്ന് കാത്തിരിക്കുക. എന്നിട്ട് നമുക്ക് എങ്ങോട്ടേലും പോവാം. നമ്മുടേതായ കൊച്ചു ലോകം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. അവിടെ ആരെയും പിടിക്കാതെ നമുക്ക് സ്നേഹിക്കാം. ഉറപ്പല്ലേ? എങ്ങും പോവില്ലല്ലോ നീ ഞാനില്ലാതെ? ഉറപ്പ്. എന്റെ ലോകം നീയാ നന്ദു. ആ നീ ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി നീയായിട്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല. പോരെ? മരിച്ചു പോവും ഞാൻ നീ കൂടെ ഇല്ലെങ്കിൽ. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാ. എന്റെ ജീവനാ നീ. അതെല്ലാം എന്റെ കൂടെ തന്നെ കാണും. പ്രോമിസ്. ആ, നീ എണീറ്റോ? ഇല്ലടാ, ഞാനവിടെ ചായ എടുത്ത് വെച്ചിരിക്കുന്നു. ആദ്യം എണീറ്റില്ലേ? ഇല്ലമ്മേ, അവൻ നല്ല ഉറക്ക. ആ, അത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ കാര്യം? ഞാൻ ഈ ആഴ്ച എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂന്ന് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. നീ ഓർക്കുന്നില്ലേ എന്റെ ഒരു പഴയ കൂട്ടുകാരി സിനി? അവ കൊച്ച മോളാ, ഒരു സുന്ദരി കുട്ടി. ഞങ്ങള് നമ്മുടെ ആദിക്ക് വേണ്ടി കുട്ടിയൊന്ന് നോക്കുന്നുണ്ട്. ആടാ, നല്ല കുട്ടിയാ. നിങ്ങൾ പഠിച്ചോണ്ടിരുന്ന കാലത്ത് അവള് എന്നോട് ചോദിച്ചതാ. ജൂണേട്ടനാ പറഞ്ഞത് ഒരു ജോലിയൊക്കെ ആയിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാന്ന്. പക്ഷെ കല്യാണക്കാര്യം പറഞ്ഞു വന്നാ നീ രണ്ടും ഞങ്ങൾക്ക് പിടിതരില്ലല്ലോ. എപ്പോ അതിന്റെ കാര്യം പറഞ്ഞാലും എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി ഒഴിഞ്ഞു മറിക്കണം. പ്രായം എത്രയെന്ന രണ്ടിന്റെ മനസ്സിലിരിപ്പ്. വർഷങ്ങൾ ഇങ്ങനെ അങ്ങ് പോകും. ലാസ്റ്റ് മൂക്കി പല്ല് വന്നിട്ട് തപ്പാനാണെങ്കിൽ പിന്നെ പെണ്ണിനെ കിട്ടില്ല. അതോ ഇനി സന്യസിക്കാൻ വല്ലതും പ്ലാൻ ഉണ്ടോ എന്റെ മക്കൾക്ക് രണ്ടിനും?
അതുകൊണ്ടാ ഇത്തവണ ഒരാളോട് പറയാതെ ഞങ്ങളിതൊന്ന് ഉറപ്പിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞ് ഒഴി മാറാൻ പറ്റില്ല. ഞങ്ങൾ എന്തായാലും അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കല്യാണം എന്തായാലും ഞങ്ങൾ നടത്തും. അമ്മേ, അവൻ ഇതിന് സമ്മതിക്കില്ലെങ്കിലോ? എന്താ അവൻ സമ്മതിക്കാതിരിക്കാൻ? ആ കുട്ടിയെ ഒന്ന് കണ്ട അവൻ തന്നെ സമ്മതിച്ചോളൂ. ഇനി അവൻ സമ്മതിച്ചില്ലെങ്കിലും ഇത് ഞാൻ നടത്തും. ഞങ്ങളിത് വാക്ക് കൊടുത്ത് ഉറപ്പിച്ചതാ. പക്ഷെ കല്യാണം എന്തായാലും ഉടനെ കാണില്ല. നിനക്ക് കൂടി ഞാൻ ഉടനെ ഒരു കുട്ടിയെ കണ്ടുപിടിക്കും. എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു പന്തലില് ഞാൻ നടത്തും. നോക്കിക്കോ. ആ, ഇനി അവനെ സമ്മതിപ്പിക്കേണ്ട കാര്യം അത് ഞാൻ നിനക്കങ്ങ് വിട്ടു തന്നിരിക്കും. നീ വേണം എങ്ങനെയെങ്കിലും അവനെ ഇന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ. നീ പറഞ്ഞ അവൻ എന്തായാലും കേൾക്കുമല്ലോ. അതുകൊണ്ട് എന്റെ അവൻ അമ്മയ്ക്ക് ആ ഒരു സഹായം ചെയ്തു തന്നാ മതി. ആ, നീ വന്നോ? നിനക്ക് പോയപ്പോ എന്നെ കൂടെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാനും വരില്ലായിരുന്നോ? ഞങ്ങൾ എന്തായാലും അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കുട്ടിയെ ഒന്ന് കണ്ട അവൻ തന്നെ സമ്മതിച്ചോളൂ. ഇനി അവൻ സമ്മതിച്ചില്ലെങ്കിലും ഇത് ഞാൻ നടത്തും. ഡാ നന്ദു, നീ ഇതെന്താ ഒന്നും മിണ്ടാത്തത്? എടാ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ പറ്റിയേ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? എന്താ കാര്യം എന്ന് വെച്ചാ ഒന്ന് വാ തുറന്ന് പറയുന്നുണ്ടോ നീ? നാളെ എന്താ ഇവിടെ വിശേഷം എന്നറിയോ നിനക്ക്? നാളെയോ? എന്താ? നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാ. നീ എന്തൊക്കെയാ നന്ദു ഈ പറയുന്നത്? വെറുതെ ഒരു പേരിന് പോകുന്നതേ ഉള്ളൂ. ഈ കല്യാണമൊക്കെ നേരത്തെ ഉറപ്പിച്ചതാ. നീ ഒരു ചടങ്ങിന് പോയെന്ന് കാണണോന്നേ ഉള്ളൂ. ആരാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? അമ്മയാണോ? അതെ, അവരത് വാക്കുകൊടുത്ത് ഉറപ്പിച്ചതാ. നല്ല കുട്ടിയാത്രേ. നിനക്ക് നന്നായി ചേരുന്നാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ വേണ്ടത് വേറെ? അല്ല, ഞാനിനി എന്താ ചെയ്യണ്ടേ? അതുകൂടൊന്ന് പറഞ്ഞു തന്നേ നീ. നിന്റെ അനിയനായിട്ട് നിന്റെ കൂടെ വരണോ? അതോ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഡേറ്റ് അറേഞ്ച് ചെയ്തു തരണോ ഞാൻ? പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണം കൂടെ നടത്തി തരണോ? അതാണോ ഞാൻ ചെയ്യേണ്ടത്? എന്നിട്ട് അത് കഴിഞ്ഞാലോ? അപ്പോഴും നീ പറയൂ, നിനക്ക് ഞാനില്ലാതെ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ആരും അറിയാതെ സ്നേഹിക്കാന്ന്. പകല് മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവെ അഭിനയിച്ചിട്ട് രാത്രി നീ എന്റെ മുറിയിലേക്ക് വരുവോ? അതാണോ നീ ഇനി ചെയ്യാൻ പോകുന്നത്? പറയാതി, അതാണോ എല്ലാവർക്കും വേണ്ടതെന്ന്? ഞാനിനി എന്താ വേണ്ടതെന്ന് പറഞ്ഞു താ ആദി. ഞാൻ എന്താ വേണ്ടത്? നീ വാ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആദി നീ ഇതെങ്ങോട്ടാ? ആദി നീ ഇത് എന്ത് ചെയ്യാനാ പോകുന്നത്? അവരോട് പറയാനോ? വേണ്ട ആദി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തില്. ആദി നീ എന്റെ കൈയൊന്ന് വിട്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആദി ഇവിടെ നിക്കാൻ. മിണ്ടാതെ എന്റെ കൂടെ വാ നന്ദു. ആ, നിങ്ങള് വന്നോ? ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ അങ്ങോട്ട് വരികയായിരുന്നു. അമ്മേ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദി വേണ്ട, ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. എടാ, എന്താടാ കാര്യം? ഇവൻ എന്തിനാ കരയുന്നത്? മോനെ നന്ദു, രണ്ടൂടെ പിന്നെ അടിയിട്ടോ. എന്താ മോനെ കാര്യം? ഇവൻ എന്തിനാ കരയുന്നേ? അമ്മ നാളെ എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നിരിക്കാണോ? ആ, ഇവനത് പറഞ്ഞോ? അതെ, ഇനി ഒന്നും പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു. നല്ല കുട്ടിയാ, നിനക്കിഷ്ടാവും. എന്നാ വാക്ക് പറഞ്ഞവര് തന്നെ വിളിച്ചത് നടക്കില്ലാന്ന് കൂടെ പറഞ്ഞേക്ക്. എത്ര നല്ല കുട്ടിയാണേലും എനിക്ക് ആരെ ഇഷ്ടാവാൻ പോകുന്നില്ല. ആദി, എന്താ നിന്റെ ഉദ്ദേശം? എപ്പോ കല്യാണക്കാര്യം പറഞ്ഞാലും നീ അങ്ങ് ഒഴിഞ്ഞു മാറിയാ എങ്ങനെ ശരിയാവുക? നിനക്ക് എത്ര വയസ്സായെന്ന് വല്ല ബോധമുണ്ടോ? എന്തായാലും ഇത്തവണ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കല്യാണം ഞാൻ നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്താ നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ ചെല്ലാന്ന്. എന്നാ പിന്നെ വാക്ക് കൊടുത്ത് അമ്മ തന്നെ പോയി കെട്ടേണ്ടി വരും. ഞാൻ വരുമെന്ന് വിചാരിക്കണ്ട. എടാ ചെറുക്ക, നിന്നെ ഞാൻ. മോനെ ആദി, അച്ഛനോട് പറ എന്താ കാര്യമെന്ന്. നിനക്കിനി വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അതാണോ കാര്യം? അതാണേലും മോൻ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു. ഏത് കുട്ടിയാണേലും നിനക്ക് ഇഷ്ടമാണേ അച്ഛൻ അവരോട് പോയി സംസാരിക്കാം. നമുക്കത് ആലോചിക്കാം. എന്നാര് പറഞ്ഞു? അങ്ങനെ ഇവന്റെ തോന്നിയാസത്തിലൊന്നും ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ജീനി, നീ എന്താ ഇങ്ങനെ? അവന്റെ ലൈഫല്ലേ ഇത്. അപ്പോ അവൻ ഇഷ്ടമുള്ള ആളുടെ കൂടെ വേണ്ടേ അവൻ ജീവിക്കാൻ? അതെ, അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇത് എന്റെ ലൈഫ്. അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ വേണം ജീവിക്കാൻ. അതാരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനി വേറെ ആളെ കണ്ടുപിടിക്കാൻ ഇവിടുന്ന് ആരും ബുദ്ധിമുട്ടണമെന്നില്ല. അത് ശരി. അപ്പൊ ഇതിന്റെ ഇടയില് ഞങ്ങൾ അറിയാതെ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനൊക്കെ ആവൂന്ന്. മോൻ ധൈര്യമായിട്ട് ആരാന്ന് പറഞ്ഞു. അച്ഛൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ദാ നിൽക്കുന്നു, ഇതാ കുട്ടി. ഇവനെ എനിക്കിഷ്ടം. ഞാൻ ഇവനെയാ കല്യാണം കഴിക്കുന്നത്. അയ്യോ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. കല്യാണം മുടക്കാൻ പറ്റിയ വഴി. കൊള്ളാം നിന്റെ തമാശ. എന്തായാലും അത് ഞാൻ ഇന്നലെയും കൂടി ഇവനോട് പറഞ്ഞതേ ഉള്ളൂ. അവനൊരു പെങ്കൊച്ചായിരുന്നേ ഉറപ്പായി നിന്നെ കൂടെ തന്നെ കെട്ടിക്കാന്ന്. അതെന്താ, പെൺകുട്ടിയാണെ മാത്രമേ എനിക്ക് ഇവനെ കെട്ടാൻ പാടുള്ളൂ? അയ്യോ, ഈ ചെറുക്കന്റെ ഒരു തമാശ. ഇത് ഞാൻ തമാശ പറയാൻ നമുക്ക് തോന്നിയോ? എന്നാ അങ്ങനെയല്ല. പിന്നെ തമാശയല്ലാതെ ഏത് വീട്ടിലടാ അനിയനും ചേട്ടനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നത്? ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു അനിയനും ചേട്ടനും. ഇവൻ എന്റെ സ്വന്തം അനിയനൊന്നും അല്ലല്ലോ. ആദി,
എന്തൊക്കെയാ നീ പറയുന്നത്? ദേ, രണ്ടുപേരും കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങൾ തമ്മിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ ഇഷ്ടമൊന്നുമല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാ. അവൻ എന്നെയും എനിക്ക് അവനെയും ഒരുപാട് ഇഷ്ടം. ആദി, എന്ത് തോന്നിയാസായി പറയുന്നത്? നീ പറയുന്നത് എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അച്ഛാ, അച്ഛന് ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തമാശ പറയുന്നതോ കല്യാണം മുടക്കാൻ വേണ്ടി കള്ളം പറയുന്നതോ അല്ല. ഞങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടത്തില്ല. നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഇത്രയും നാൾ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെച്ചത്. ഇങ്ങനെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പൊട്ടം കളിപ്പിച്ച് നിനക്ക് ഈ കല്യാണം മുടക്കാനല്ലേ? നടക്കില്ല അത്. മോനെ നന്ദു, നീയാണോ ഇവന്റെ ഈ കുരുട്ടുബുദ്ധിക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്? അമ്മേ, ഞാൻ നന്ദു, ഇവൻ ഈ പറയുന്നതൊക്കെ സത്യാണോ? ഇവൻ കള്ളം പറഞ്ഞാലും നീ എന്നോട് കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. പറ, ഇവൻ ഈ പറയുന്നതൊക്കെ ഞങ്ങളെ വെറുതെ പറ്റിക്കാനല്ലേ? ശരിക്കും അങ്ങനൊന്നും ഇല്ലല്ലോ? അമ്മയുടെ മുഖത്ത് നോക്കി പറ, ഇവൻ ഈ പറഞ്ഞതൊക്കെ കള്ളല്ലേ? അല്ല. എന്നോട് ക്ഷമിക്കമ്മേ, പറ്റിപ്പോയി. വേണോന്ന് വെച്ചിട്ടല്ല, ഇഷ്ടായി പോയി. നന്ദു, ഞങ്ങളെ ചതിക്കായിരുന്നു. അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മേനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടായി പോയി. എപ്പോഴാ എങ്ങനെയാ അതൊന്നും അറിയില്ല, പറ്റിപ്പോയി. നിർത്ത്, മതി. നടന്നത് നടന്നു. അതെന്താന്ന് വെച്ചാ ഇവിടെ കൊണ്ട് നിർത്തിക്കോ രണ്ടും. നാളെ നീ ഞങ്ങളുടെ കൂടെ വന്ന് ആ കുട്ടിയെ കാണും. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതമ്മ സ്വപ്നം കണ്ടവിടെ ഇരിക്കേയുള്ളൂ. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഞാൻ സ്നേഹിക്കുന്ന ആളുമായിട്ടായിരിക്കും. അതായത് എനിക്കിത് ഇവനുമായിട്ട്. ഛേ, സ്നേഹം. ഇതിന്റെ പേര് സ്നേഹമൊന്നുമല്ല. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് രണ്ടും. നിനക്കൊക്കെ തലയ്ക്കെന്തോ അസുഖമാ, ഓരോ ഭ്രാന്ത്. കുറച്ച് സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നു കരുതി നീയൊക്കെ ഇങ്ങനെ അതിന് തിരിച്ചു തരുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. നന്ദു, നീ ഇതിന് കൂട്ട് നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല മോനെ. സ്വന്തം മോനല്ലായിരുന്നു നീ എനിക്ക്. അവനേക്കാൾ നിന്നെയല്ല ഞാൻ സ്നേഹിച്ചത്. ഈ നെഞ്ചത്തല്ലേടാ ഞാൻ നിന്നെ കൊണ്ടു നടന്നത്. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കെങ്ങനെ തോന്നി? അമ്മ, ഞാൻ ഇതെങ്ങാണ് പുറത്തറിഞ്ഞ ഈ നാട്ടുകാരുടെ മുഖത്ത് പിന്നെ ഞങ്ങൾ എങ്ങനെ നോക്കൂന്ന് രണ്ടെണ്ണം ആലോചിച്ചോ? എല്ലാരും കളിയാക്കി ചിരിക്കും. എന്റെ വളർത്തുദോഷാന്ന് പറയും. ഛേ, വൃത്തികേട്. അല്ലെ തന്നെ ഇതൊക്കെ നാലാളോട് പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെ ഞങ്ങളെ അത്ര വിഷമിച്ച് സഹിക്കണമെന്നില്ല. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അല്ലെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഞങ്ങളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയായിരുന്നു. മോനെ, നീ ഞങ്ങള് പറയുന്ന ഒന്ന് കേക്ക്. ഇതൊക്കെ ഈ പ്രായത്തിന്റെ ഓരോ തോന്നല. വേണ്ട, ആർക്കും ഒരു നാണക്കേട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം, എങ്ങോട്ടാന്ന് വെച്ചാ. ആദി, നിർത്തിക്കോ നിന്റെ അധിക പ്രസംഗം. മോനെ, അച്ഛനൊന്ന് പറയട്ടെ. നീ ഒന്ന് സമാധാനമായിട്ടത് കേക്ക്. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്താന്നും പറഞ്ഞ് അത് മാറ്റാൻ ചിലപ്പോ ഏതെങ്കിലും സെല്ലി കൊണ്ടിടും. നിങ്ങൾക്ക് എന്തിനേക്കാളും വലുത് നാട്ടുകാരുടെ സന്തോഷമല്ലേ? അത് മാറി സ്വന്തം മക്കളുടെ സന്തോഷത്തിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് തോന്നുമ്പോ വിളിച്ചാ മതി. അപ്പൊ ഞങ്ങൾ തിരിച്ചു വരാം. അന്നേ ഇനി ഞങ്ങൾ ഈ വീടിന്റെ പടി ചവിട്ടു. ആദി പ്ലീസ്, വേണ്ട ആദി. നന്ദു, എന്നോട് വരാനല്ലേ പറഞ്ഞത്? നമ്മളായിട്ട് കാണാൻ പറ്റാത്തവരെ നമുക്ക് വേണ്ട. ഇവിടെ നിന്ന് നീ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർക്കൊരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. വാ എന്റെ കൂടെ. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ വേഗം എടുത്ത് ഇറങ്ങിക്കോ ഇവിടുന്ന്. ജൂണേട്ടാ, എന്റെ നെഞ്ചു വേദനിക്കുന്നു. അയ്യോ ജീനി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. തലയൊക്കെ കറങ്ങുന്ന പോലെ. ജൂണേട്ടാ. ജീനി, കണ്ണു തുറക്ക്. അയ്യോ അമ്മേ. നന്ദു, നീ ഇങ്ങനെ കരയല്ലേ. പേടിക്കാൻ മാത്രം ഒന്നും കാണില്ല. പെട്ടെന്ന് അങ്ങനൊക്കെ കേട്ടതിന്റെ ഷോക്കിലായിരിക്കും. അതി അമ്മ, നമ്മള് കാരണം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത്. നമ്മൾ അതിന് എന്താ ചെയ്തത്? എന്തെങ്കിലും ഒരിക്കൽ എന്തായാലും നമുക്കിത് പറഞ്ഞല്ലേ പറ്റൂ. ഒന്നും വേണ്ടായിരുന്നു മോനെ. നിങ്ങളീന്ന് ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അവൾ അങ്ങനെയാണോ നിങ്ങളെ വളർത്തിയത്? അവളുടെ നെഞ്ചി കൊണ്ടല്ലേ നടന്നത്. ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. അച്ഛാ, അങ്ങനൊന്നും പറയല്ലേ. അച്ഛാ, അതിന് ഞങ്ങള് ഡോക്ടർ, എന്താ പറ്റിയ അവക്ക്? നിങ്ങൾ വെറിയിടാവണ്ട. ഇപ്പൊ ആൾ ഓക്കെയാണ്. ഹാർട്ടില് ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. അതിന്റെയായിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ എന്തായാലും അധികം സ്ട്രെസ് കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ ഡോക്ടർ. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ സമാധാനായാലേ രണ്ടിനും. ഇനി എന്താ നിൽക്കുന്നത്? പോകാന്നല്ലേ പറഞ്ഞത്? പൊക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ രണ്ടും. എന്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം. ഞാൻ മതി ഇനി ഇവിടെ. അച്ഛാ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് എന്റെ അമ്മേനെ കാണണം. വേണ്ട, ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? ഇനി അവളെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട് നിന്നെ രണ്ടിനെ ഇവിടെ കണ്ടുപോകരുത്. നിങ്ങളെ കണ്ട ചിലപ്പോ വീണ്ടും അവൾക്ക് വയ്യാതാവും. അതുകൊണ്ട് വേണ്ട, രണ്ടും ഇനി ഈ പരിസരത്ത് നിൽക്കണ്ട. എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കൂ. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. കാണാണ്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. എനിക്ക് കണ്ടേ പറ്റൂ. നന്ദു, നീ കയറി കണ്ടോ?
നിന്നെ ആരും ഇവിടെ തടയാൻ വരില്ല. ചെല്ല്. അച്ഛാ പ്ലീസ്, ഞാൻ ഒന്ന് കേറി കണ്ടോട്ടെ. ഞാൻ ഇനി ഒന്നും പറഞ്ഞ് അമ്മനെ വിഷമിപ്പിക്കില്ല. സത്യം, എനിക്കൊന്ന് കണ്ടാ മതി. നീ ചെല്ല് നന്ദു, ഞാനല്ലേ പറയുന്നത്. നീ കേറി കണ്ടോ. അമ്മേ, എന്നോട് ഒന്നും മിണ്ടമ്മേ. ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ എന്നോട്. ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ അമ്മയ്ക്ക്. പ്ലീസ് അമ്മേ, ഒന്നും മിണ്ട്. ഇനി ഞാനെന്ത് മിണ്ടിയിട്ട് എന്താ കാര്യം? തിരിച്ചു തരാനുള്ളതൊക്കെ എന്റെ മക്കളെ രണ്ടും എനിക്ക് തിരിച്ചു തന്നില്ലേ? ഇറങ്ങിപ്പോവാൻ നിൽക്കലായിരുന്നോ? പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. എത്ര നാള് വളർത്തി വലുതാക്കിയതിന് ഇങ്ങനെ തന്നെ രണ്ടുപേരും ഞങ്ങൾക്ക് തിരിച്ചു തരണം. അമ്മേ, ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെടുന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? അതെ, വലിയ തെറ്റ് തന്നെയാ അത്. നന്ദികേടാ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചത്. തൃപ്തിയായി എനിക്ക്. ഞാൻ തന്ന സ്നേഹത്തിന് ഇങ്ങനെ തന്നെ എനിക്ക് തിരിച്ചു തരണം നിങ്ങള്. അങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഞാൻ നന്ദികേട് കാട്ടിയത് മാത്രം എന്റെ അമ്മ പറയരുത്. എനിക്ക് ജീവിതം തന്നതും എന്നെ ഇവിടെ വരെ എത്തിച്ചതും ഒക്കെ നിങ്ങളാ. അമ്മേനെ ഞാൻ ചതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ ജീവൻ തരാൻ പറഞ്ഞാലും ഞാൻ തരില്ലേ അമ്മയ്ക്ക്. അങ്ങനെയാണ് ഈ അമ്മ പറയുന്നത് എന്റെ മോൻ കേക്കൂ. അമ്മേ, അത് മാത്രം അമ്മ എന്നോട് ചോദിക്കരുത്. വേണ്ട പ്ലീസ്. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. ഓ, അപ്പോ നിനക്ക് ഞങ്ങളെക്കാൾ വലുത് ഈ പുറത്തു പറയാൻ പറ്റാത്ത ബന്ധമാണല്ലേ? പക്ഷെ ആ വീട്ടിലത് നടക്കില്ല. പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ രണ്ടുപേരും പൊക്കോ. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായിട്ട് ആ മനുഷ്യനെ ഞാൻ നിന്നു കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിനു മുന്നേ ഞങ്ങൾ പൊക്കോളാം. ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമല്ലേ വലുത്. അതല്ല, ഇതുവരെ വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും ഒരു ദയ ബാക്കിയുണ്ടെങ്കിൽ എന്റെ മോൻ ഈ അമ്മ പറയുന്നത് കേക്ക്. നിങ്ങൾക്കിടയിൽ എന്താണോ ഉള്ളത് അതങ്ങ് മറന്നേക്ക്. എന്നിട്ട് ഞങ്ങൾ പറയുന്ന കല്യാണത്തിന് സമ്മതിക്കും. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ എന്തും ചെയ്യൂ. അതുകൊണ്ട് അതങ്ങ് മറന്നേക്ക്. അതോ നിങ്ങൾക്ക് ഞങ്ങളെക്കാട്ടിലും വലുത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ അയക്കൂ. പക്ഷേ ഇനി അമ്മ എന്ന് വെച്ചാന്നും വിളിച്ച് അങ്ങോട്ട് വരണ്ട നിങ്ങൾ. എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളില്ലാന്ന് ഞാൻ ഓർത്തോളാം. അയ്യോ അമ്മേ. എടോ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അധികം സ്ട്രെസ് കൊടുക്കണ്ടെന്ന്. പ്ലീസ്, നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ എന്തായാലും ഒരു റെസ്റ്റ് എടുക്കട്ടെ. മോനെ നന്ദു. അമ്മേ, ഞാനിവിടെ ഉണ്ട്. മോനെ, നീ ഈ അമ്മ പറയുന്നത് കേക്ക്. അത് മറന്നേക്ക്. എന്നോട് ഇച്ചിരി ദയ ബാക്കിയുണ്ടെങ്കിൽ അത് മറന്നേക്ക്. സമ്മതിച്ചു. ശരിക്കും മറക്കുവോ മോൻ? അമ്മയ്ക്ക് വാക്ക് തരുവോ മോൻ? വാക്ക് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങള് ചെയ്യില്ല. അമ്മയാണ് സത്യം.